അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പോരുത്. അപ്പൊ നമ്മൾ ആലോചിക്കും, എന്നാ പിന്നെ എന്തിനാ ഇങ്ങനെ കൊണ്ടു നടക്കണേ? അയ്യോ, കൊണ്ടു നടക്കാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? കാര്യം വിഷയത്തിലേക്ക് നല്ല സ്നേഹത്തെ, അതാണ് ഈ പ്രശ്നം. ചില വ്യക്തികളുണ്ട്, ആ വ്യക്തികളുടെ പിടിവാശിയും അയാൾ എന്താണോ തീരുമാനമെടുക്കുമ്പോൾ എല്ലാവരും അംഗീകരിക്കണം. എന്നാൽ ഇയാളെ മാറ്റിക്കൂടെ? മാറ്റിയാലോ ഒരു കാര്യം നടക്കും. കാരണം എന്താണ്? എന്ത് നടക്കണമെങ്കിൽ ഇയാളുണ്ടാവും. അപ്പൊ പിന്നെ നോർത്തിരിക്കാതെ കണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള വ്യക്തികളെ ചുമക്കും. വീടുകളിലും സംഘടനകളിലും എല്ലാത്തിലും നമുക്ക് ഇത്തരത്തിലുള്ള ദക്ഷന്മാരെ കാണാം. ആ ദക്ഷന്മാരാണ് ഒരു തിരിച്ചറിവിലേക്ക് എത്തേണ്ടത്. ഞാൻ കുറച്ചും കൂടി സുതാര്യമായാൽ, വിട്ടുവീഴ്ച നടത്തിയാൽ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ട് ഒരു തീരുമാനമെടുത്താൽ, ഭഗവാൻ തന്നെ ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത് ഭഗവാൻ സ്വന്തമായി തീരുമാനമെടുക്കില്ല. എല്ലാവരെയും വിളിച്ചുകൂട്ടി അക്രൂരരെ നമുക്ക് എന്താ വേണ്ടത്, ഉദ്ധവരെ പറയൂ, നമുക്ക് എന്ത് വേണം, എന്തും എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് കൃത്യമായിട്ട് ബോധ്യമുള്ള ഭഗവാൻ രാജനൈതിക ധർമ്മത്തിൽ പറയുകയാണ്, എല്ലാവരുടെ അഭിപ്രായത്തെയും സ്വരൂപിച്ച് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു വിഷയത്തെ, അഭിപ്രായത്തെ സ്വീകരിക്കണം. തൻ്റെ വിചാരവികാരങ്ങൾ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കലല്ല. അത് വളരെ അപകടകരമാണ്. അത്തരത്തിലുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ വലിയ ദുരന്തമുണ്ടാകും. അതാണ് ദക്ഷപ്രജാപതിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ പുത്രിയായ സതീദേവിയെ നഷ്ടപ്പെടാൻ കാരണം. നഷ്ടപ്പെട്ടതിന് ശേഷം മാറ്റണ്ടേ? അപ്പൊ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം വേണമോ നമ്മൾ മാറാൻ എന്നതാണ് വിഷയം. ഈ അനുഭവം ഒരു ക്രൂരനായ അധ്യാപകനാണ്. കാര്യമൊക്കെ ശരിയാണ്, നല്ല അടിയൊക്കെ കിട്ടി, ആ അടിയിലാണ് പഠിക്കുക, അങ്ങനെയൊക്കെ വേണോ എന്നതാണ് ചോദ്യം. ഒരു ദുരന്തമുണ്ടായിട്ട് വേണമോ പാഠം പഠിക്കാൻ? അതിനു മുമ്പേ നമുക്ക് അത് മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ സാധിക്കണം. ഇങ്ങനെ ഭാഗവതത്തിലെ ഇത്തരത്തിൽ നമ്മളെ ശുദ്ധീകരിക്കുവാനുള്ള കഥകളെ സൂചിപ്പിക്കണം. കപിലോപാഖ്യാനത്തിൽ പറഞ്ഞു, ഏത് വിഷയവും പരസ്പരം തുറന്നു പറയാൻ സാധിക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നതാണ് സ്നേഹം, തിരിച്ചറിവ് എന്നതാണ് സ്നേഹത്തിൻ്റെ അർത്ഥം. ഇതൊക്കെ കാണിച്ചു തന്നു. അതിനുശേഷം പിന്നീട് മറ്റു കഥകളിലേക്ക് എത്തുന്ന സമയത്ത് പഞ്ചമസ്കന്ധത്തിൽ മനുവിൻ്റെ വംശപരമ്പരയിലെ പെൺകുട്ടികളുടെ കഥ പറഞ്ഞു നിർത്തി ആൺകുട്ടികളുടെ കഥ പറയാൻ തുടങ്ങിയപ്പോൾ പ്രിയവ്രതന്റെ വംശപരമ്പര വർദ്ധിച്ചു. ഉത്താനപാദ മഹാരാജാവിന്റെ വംശപരമ്പര വർദ്ധിച്ചപ്പോൾ ധ്രുവന്റെ വംശപരമ്പരയും വർദ്ധിച്ച് അവിടെ നിർത്തി. പിന്നീടാണ് പ്രിയവ്രതന്റെ വംശപരമ്പരയെ വർദ്ധിച്ചത്. പ്രിയവ്രതൻ ആത്മാലാപനായിട്ട് നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം അങ്ങനെ താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആത്മാലാപനായിരിക്കുന്ന പ്രിയവ്രതന്റെ അടുത്തേക്ക് ബ്രഹ്മാവ് വന്ന് വിവാഹം കഴിക്കണമെന്ന് നിർബന്ധിച്ചു. തുടർന്ന് പ്രിയവ്രതൻ വിവാഹം കഴിച്ചു. 10 കുട്ടികളുണ്ടായി. ഇനി പ്രിയവ്രതന് തോന്നിയിട്ടുണ്ടാവും, ഈ നിർബന്ധിച്ചിട്ടല്ലേ കല്യാണം കഴിച്ചത്, അതുകൊണ്ട് നിർബന്ധിക്കാതെ കല്യാണം വേറെ കഴിച്ചു. അതിലുണ്ടായി 3 കുട്ടികൾ. രൈവതൻ, താമസൻ, ഉത്തമൻ മുതലായ 3 പുത്രന്മാർ. 10 പുത്രന്മാർക്കും നാമകരണം ചെയ്തിട്ടുണ്ട്. ഈ കുട്ടികൾക്ക് പേരിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമ്പ്രദായമൊക്കെ വേണം പേരിടുന്നത്. ഇന്ന് പലരും എന്നെ വിളിച്ചിട്ട് പറയും, തിരുമേനി ഭാര്യ ഗർഭിണിയാണ്, ഉണ്ടാവുന്ന കുട്ടിക്ക് ഒരു പേരിടണം. ഇത് ആൺകുട്ടിയോ പെൺകുട്ടിയോ, ആൺകുട്ടിയായാലും പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയുടെ ഒരു 10 പേര്, പെൺകുട്ടിയുടെ ഒരു 10 പേര്. ഇങ്ങനെയൊക്കെ പേരിടല് ഒരു പ്രശ്നമാവാറുണ്ട്. ഇന്നും പേരിടാത്ത കുട്ടികളുണ്ട്. കാരണം എന്താണ്? ഭാര്യ വീട്ടിലായ ഒരു പേര് കണ്ടുവച്ചു, ഭർത്താവിൻ്റെ അമ്മ ഒരു പേര് കണ്ടുവച്ചു. പേരിടുന്ന സമയത്ത് അടിപിടിയാണ്. ഭാര്യയുടെ അമ്മ പറയണോ, ആദ്യത്തെ പ്രസവത്തിൻ്റെ അവകാശം ഞങ്ങൾക്കാണ്, ഞങ്ങൾ പേരിടും. ഭർത്താവിൻ്റെ അമ്മ പറയണോ, കല്യാണം കഴിയുന്നതിന് മുമ്പേ ഞാൻ പേര് കണ്ടുവച്ചിട്ടുണ്ട്. അവസാനം ഈ തർക്കത്തിലൊക്കെ വരുമ്പോൾ എന്നെ വിളിക്കാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, തർക്കാനൊക്കെ പൊട്ടാന്ന് വിളിക്കും,
പിന്നെ സ്കൂളിൽ ചേർക്കുമ്പോൾ എന്തെങ്കിലും പേരിടാം, തല്ലൂട്ടൊക്കെ കഴിയട്ടെ. ഈ പേരിടല് വലിയ വിഷയമാണ്. ഇപ്പോഴത്തെ പേരൊക്കെ കേട്ടാൽ തന്നെ നമുക്ക് ഒരു പിടിയും കിട്ടില്ല, എന്താ സംഭവം ഒന്നും കിട്ടില്ല. അമ്മാതിരി പേരുകളില്ല. ഈ പഴയ കാലത്തെ പേരൊക്കെ അതൊക്കെ രസകരമായിട്ടുള്ള പേരാണ്. ഈ 10 കുട്ടികളുടെ പേര് സർവം ഏവ അഗ്നിനാമാന എന്നാണ്. അഗ്നിയുടെ പര്യായമായിട്ടാണ് പേരൊക്കെ പറയുന്നത്. പേരൊക്കെ എഴുതി വെച്ചോളൂ, കുട്ടികൾ ഉണ്ടാകുമെങ്കിൽ ഇടാം. എന്താ ആദ്യത്തെ പുത്രന്റെ പേര്? ആഗ്നേധ്രൻ. രണ്ടാമത്തെ ഘൃതപൃഷ്ഠൻ, മേധാതിഥി. ഇങ്ങനെയൊക്കെ പേര്. ഇതെന്താ പേരിട്ട ഗുണം? കുട്ടികൾക്ക് വലിയ വിഷമമൊക്കെ ഉണ്ടാണെങ്കിൽ ശരി, ഇവരെപ്പോഴാണ് ഈ പേരിന്റെ ഗുണം മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ, ഈ പോലീസുകാര് ഈ കാലത്ത്, പോലീസുകാരുടെ കാര്യം പറഞ്ഞ പ്രശ്നമാണ്. കാരണം ആകെ പ്രശ്നത്തിലാണ് അവര്. എല്ലാ കാലത്തും ഈ പോലീസുകാർ പറയും ഞങ്ങൾക്കിപ്പോൾ കഷ്ടകാലമാണ്. 3-4 വർഷം മുമ്പ് മലപ്പുറത്തെ പോലീസ് മേധാവിയോട് സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് കേൾക്കുന്നത്, ഞങ്ങൾക്കിപ്പോൾ കഷ്ടകാലമാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടപ്പോൾ ചോദിച്ചു, ഇപ്പം എന്താ സംഭവം ചോദിച്ചു. ഇപ്പോഴും കഷ്ടകാലമാണ്, ഇതുവരെ കഷ്ടകാലം മാറിയില്ല. എന്തുകൊണ്ടാണ് ഇത് മാറാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ചാൽ മതി. മറ്റുള്ളവരെ ഭരിക്കാൻ എപ്പോൾ നമുക്ക് അവസരം കിട്ടുന്നുവോ അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള മൃഗീയ വാസനകൾ ഉണരും. മനുഷ്യന്റെ സ്വതസിദ്ധമായ ഒരു വിഷയമാണ് മറ്റുള്ളവരെ ഭരിക്കുക എന്ന്. ആരെങ്കിലൊക്കെ ഭരിക്കാൻ കിട്ടണം. ഇപ്പോൾ സ്ത്രീകളോടൊക്കെ ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് എങ്ങനെയുള്ള ഭർത്താവിനെയാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ 99 പേരും പറയും ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നതാണ് സന്തോഷം. പല പെൺകുട്ടികൾക്കും ഈ പ്രേമം എന്നുള്ള പ്രശ്നം വരുമ്പോൾ അമ്മമാർക്ക് ചോദിക്കാനൊക്കെ പ്രശ്നം വരും. അപ്പോൾ നമ്മൾ ഇടപെട്ടതായ കേസുകളിൽ ഭൂരിപക്ഷം പെൺകുട്ടികളും പറഞ്ഞ വിഷയം ഇതാണ്. എന്താണ്? പാവാണ് ഞാൻ പറഞ്ഞാൽ മതി. ഇതാണോ വിഷയം എന്ന് ചോദിച്ചാൽ അവിടെയാണ് എല്ലാവർക്കും ആഗ്രഹമതാണ്. ഞാൻ പറയുന്നത് കേൾക്കണം, ഞാൻ പറയണ പോലെ ഇരിക്കണം, ഞാൻ പറയണ പോലെ ഇരിക്കണം. അങ്ങനെ ഭരിക്കാൻ കിട്ടിയാൽ പിന്നെ നമ്മുടെ സ്വഭാവമാണ്. അത് ഒരു കടയുടെ മുമ്പിൽ ഒരു സെക്യൂരിറ്റി അദ്ദേഹം നിൽക്കുകയാണെങ്കിൽ അയാൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ വണ്ടി കൊണ്ട് വന്ന് അപ്പോൾ ഒരു വർത്താനുണ്ട്, അത് 10-12,000 രൂപ ശമ്പളമേ ഉള്ളൂ സാറ്. എന്നാലും ശരി, അയാൾക്ക് ഭരിക്കാൻ കിട്ടുമ്പോൾ അയാൾ കാണിച്ചു കൊണ്ടുന്ന വിഷയങ്ങളാണ്. ഈ പോലീസുകാർക്ക് പറ്റുന്ന വിഷയമില്ല. മറ്റുള്ളവരെ ഭരിക്കാൻ ലൈസൻസ് കിട്ടുന്ന സമയത്ത് അവരുടെ ഉള്ളിലുള്ള ഈ ഇതങ്ങനെ വർദ്ധിക്കും. അപ്പം പിന്നെ പിടിച്ചടക്കലും വല്ലാത്തൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു പോലീസുകാരന് അടി കിട്ടണ കണ്ടാൽ ആരാ സന്തോഷിക്കുന്നത്? നമ്മളെല്ലാവരും കൈയിരിക്കും. കാരണം അത്രത്തോളം വെറുപ്പ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുത്തു എന്നതാണ് വിഷയം. ഭരണാധികാരികൾക്കും ഉണ്ടാക്കപ്പെടുന്ന വിഷയമതാണ്. ഇത് ഇല്ലാതെ ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം എന്താണ്? തനിക്ക് കിട്ടുന്നതായ അധികാരമാകട്ടെ സ്വാതന്ത്ര്യമാകട്ടെ എല്ലാം തന്നെ ഈശ്വരാനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കി അതൊക്കെ ഉപകാരപ്രദമായിട്ട് സ്നേഹത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും ദയ, സൗഹൃദം ഒക്കെ നിറച്ചു വരും. എന്നിട്ട് വേണം പെരുമാറാൻ. അതുണ്ടാകാത്തതാണ് വിഷയം. അപ്പോൾ പോലീസുകാരുടെ കാര്യം പറഞ്ഞു വരുമ്പോൾ ഈ പോലീസുകാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേട്ടക്കാരാണ് പലരും. വേട്ടക്കാരെ ഇലയെ പിടിക്കുക പതിഞ്ഞു നിൽക്കും. നമ്മൾ വണ്ടി കൊണ്ട് വരുമ്പോൾ വളവിലാവും യുവമാർ വന്ന് നിൽക്കുക. നമുക്ക് തിരിയും യുവമാരെ കാണും. പിന്നെ രക്ഷയൊന്നുമില്ല, വണ്ടി മേടിക്കണോ അത് നോക്കണം ഇത് നോക്കണോ, എങ്ങനെ പോയാൽ എന്തെങ്കിലുമൊക്കെ പൈസ മേടിക്കും. ഈ ഇങ്ങനെയുള്ള പേരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ പേര് ഓഫീസുകാരൻ നമുക്ക് വല്ല ബിജുവോ ഒക്കെ വരുമ്പോൾ പേര് ഇടാം. എൻ്റെ പേര് തന്നെ പറയാൻ പറ്റും. സ്കൂളിൽ ടീച്ചറ് ചോദ്യം ചോദിക്കാൻ നിൽക്കുമ്പോൾ ഇവനെ നോക്കും, ഇവൻ്റെ പേരെന്താണ്? ഇവൻ്റെ പേര് ഘൃതപൃഷ്ഠൻ. ചോദിക്കുകയേ ചോദിക്കും. കാരണം എന്താണ്? ഈ ഘൃതപൃഷ്ഠൻ എന്ന് പറയണമെങ്കിൽ തന്നെ ഇടയ്ക്ക് പാല് 2 നേന്ത്രപ്പുഴം കഴിക്കണം. അല്ലാണ്ട് അത് അമർത്തി പറഞ്ഞാൽ ബോധം വരും. ഈ പേരിൻ്റെ ഒരു പ്രത്യേകതയാണ് ഘൃതപൃഷ്ഠൻ മേധാതിഥി.
ഭർത്താവിൻ്റെ പേര് വിളിക്കാൻ പാടില്ല എന്നാണ്. ഇങ്ങനെയുള്ള പേരൊക്കെ കിട്ടാൻ പിന്നെ പേര് ജന്മത്തിൽ വിളിക്കുക. ഈ ഏട്ടാണ് കൂട്ടി വിളിക്കുക, അതൊന്നും നടക്കണ കാര്യമില്ല. സർവം ഏവാഗ്നി നാമാന എന്നതാ സൂചിപ്പിക്കപ്പെടുന്നത് അഗ്നിയുടെ പര്യായമാണെന്നാണ്. നമുക്ക് ഈ അക്ഷരങ്ങൾ അതാത് രീതിയിൽ ഉച്ചരിക്കാൻ പഠിച്ചാൽ, അതിൻ്റെ ശരിയായ ഉച്ചാരണം നമുക്ക് വന്നു കഴിഞ്ഞാൽ